നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളാണ് ലൈവ് ന്യൂസിലെ ഉള്ളവരുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുന്നു. മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കും. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തു. പദവി മാനിച്ച് ജാമ്യം നൽകിയാൽ അത് തുല്യതയ്ക്ക് വിരുദ്ധമാകുമെന്ന് സോളിസിറ്റർ ജനറലും വാദിച്ചു. അന്വേഷണം നീണ്ടുപോകുന്നതിൽ ഇഡിക്കെതിരെ ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ.കെ., സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഇടക്കാല ജാമ്യം. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവശ്യമാണ്. അതിന് മുഖ്യമന്ത്രി കേജ്രിവാളിന് അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ആ രീതിയിൽ അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചാൽ പോലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ കഴിയില്ല കേജ്രിവാളിന് എന്നുള്ള രീതിയിൽ തന്നെ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കെജ്രിവാൾ ഉന്നയിച്ചത്. അത് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷമായി. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഏതാണ്ട് മാസമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തെളിവുകൾ എവിടെ എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കുമ്പോഴും ആ തെളിവുകൾ എന്താണെന്ന് വ്യക്തമാക്കാതെ അന്വേഷണ ഏജൻസി അറസ്റ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന വാദമാണ് ആദ്യമായിട്ട് അദ്ദേഹം ഉന്നയിച്ചത്. PMLA ആക്ടിലെ സെക്ഷൻ 19 അറസ്റ്റിന് ഈ ഏജൻസിക്ക് അധികാരം നൽകുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവേചനത്തോടെ ഈ സെക്ഷനുകളിലെ വകുപ്പുകൾ പരിഗണിച്ചു വേണം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ. പക്ഷേ ആ അറസ്റ്റ് നടപടി, അദ്ദേഹം ചെയ്ത അറസ്റ്റ് നടപടി അത് കൃത്യമായിട്ട് ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടല്ല എന്ന് വാദം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കോടതിയിൽ ഉന്നയിച്ചു. ഈ 2 വാദങ്ങളും മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു ഇഡിയോടുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം. ആദ്യ ചോദ്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് പല പ്രതികളും ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഓർമ്മയുള്ളത് തെളിവുകൾ ഇപ്പോൾ വരും, തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലും ആ ന്യായം തന്നെയാണ് ഇഡി പറയുന്നത്. പുതിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണം, അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരം നൽകാൻ ഇഡി തയ്യാറാകണം എന്നുള്ളതാണ്. ഏതെങ്കിലും മൊഴിയുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ വർഷങ്ങളോളം ജയിലിനുള്ളിൽ പാർപ്പിക്കാൻ നടത്തുന്ന ശ്രമം അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല PMLA ആക്ടിലെ സെക്ഷൻ 19 വളരെ കൃത്യമായിട്ട് ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് വേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് വ്യക്തമാകണമെങ്കിലും കേസ് ഡയറി അടക്കം കാണണം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇഡിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇടക്കാല ജാമ്യം എന്ന ആവശ്യത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് സാധിക്കുന്നു. അർണാബ് ഗോസ്വാമി കേസിൽ ഉള്ള വിധി മുൻനിർത്തിയാണ് കോടതി ഇത് പറഞ്ഞത്. ഒരു കേസിൽ അന്തിമമായിട്ടുള്ള വിധി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനെ തൊട്ടടുത്ത സമയം സോളിസിറ്റർ ജനറൽ എത്തി ശക്തമായിട്ട് എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തുടർന്ന് നടപടികൾക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ചത്തേക്ക് ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് ഇടക്കാല ജാമ്യം നൽകാനായിട്ടുള്ള നിർദ്ദേശമുണ്ടായെങ്കിലും അത് പിന്നീട് സുപ്രീം കോടതി അതിൽ മറ്റ് ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചില്ല. ശരി, കേസിൽ ഇന്നിപ്പോൾ വാദം പൂർത്തിയാകുമ്പോൾ ഇടക്കാല ഉത്തരവ് എത്തിയിട്ടില്ല. മറ്റന്നാളാണ് കേസ് വീണ്ടും പരിഗണിക്കുക. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി ലൈവ് ന്യൂസ് പോകുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന BJPയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ഇന്നു ചേർന്ന നേതൃയോഗം PK കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു. ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ മുരളീധര പക്ഷം പ്രതിരോധിച്ചില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. അതിനിടെ EP ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവദേക്കർ. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു എന്ന വിമർശനം. അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഏതായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ സംസ്ഥാന BJPയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അതൊന്നും പുറത്തേക്ക് വരാതെ നോക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ എതിർപ്പുകളെല്ലാം തന്നെ അല്ലെങ്കിൽ വിഭാഗീയത എല്ലാം തന്നെ മറനീക്കി പുറത്തു വരികയാണോ ശക്തമായി തന്നെ? ഇത് നിസ്സംശയം പറയാം. കാരണം BJPക്കുള്ളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന BJPയിലെ വിഭാഗീയത അത് ഒരു പടി കൂടി കടന്ന് ശക്തമാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം മനസ്സിലാകുന്നത്. കാരണം ഭാരവാഹി യോഗത്തിൽ കൃത്യമായി പക്ഷം ചേർന്നുകൊണ്ടുള്ള വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവായി ഇന്ന് ഭാരവാഹി യോഗത്തിൽ വന്ന കാര്യങ്ങൾ 3ആയി തിരിക്കാം. അതിലൊന്ന് BJPയുടെ സംസ്ഥാന പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറിന്റെ വിമർശനമാണ്. അത് LDF കൺവീനർ EP ജയരാജനും പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച
അത് ശോഭാ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ അതിർത്തി അദ്ദേഹം പരസ്യമാക്കി. ഇന്ന് ഈ കൂടിക്കാഴ്ച നടന്നുവെന്ന് സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നടപടിയാണ് ഇത് എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് പറഞ്ഞത്. കൂടിക്കാഴ്ച ഷോപ്പ് എങ്ങനെ അറിഞ്ഞുവെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചത്. അതുമാത്രമല്ല, ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. മറ്റു പാർട്ടിയിലുള്ളവർ ഇനി ഇത്തരം ചർച്ചകൾക്ക് തയ്യാറാകുമ്പോൾ ശോഭ ചെയ്തത് തെറ്റു തന്നെ എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു പ്രവണതയുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരാറില്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു വിമർശനം. രണ്ടാമത്തെ കാര്യം, BJP എത്ര സീറ്റുകളിൽ ജയിക്കും എന്ന ഇന്ന് അവലോകന യോഗത്തിലെ വിലയിരുത്തലാണ്. 4 സീറ്റുകളിൽ BJP വിജയിക്കുകയും 2 സീറ്റിൽ 2ാം സ്ഥാനത്ത് എത്തുമെന്നുമാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്തും തൃശൂരും ആറ്റിങ്ങലും പത്തനംതിട്ട മണ്ഡലങ്ങളിൽ പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി 2ാമതെത്തും എന്നും കണക്കുകൂട്ടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട വിമർശനത്തിലേക്ക് വരാം. ഔദ്യോഗിക പക്ഷത്തിനെതിരെ, അതായത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു PK കൃഷ്ണദാസ് പക്ഷം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഈ സംസ്ഥാന ഭാരവാഹി യോഗവും നേതൃയോഗവും അതുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകനങ്ങളെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് PK കൃഷ്ണദാസ് പക്ഷം. PK കൃഷ്ണദാസും മുതിർന്ന നേതാക്കളായ NT രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയവരൊന്നും ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ പക്ഷം, അതായത് PK കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നത് ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇവർ തയ്യാറായില്ല. പകരം എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുരളീധര പക്ഷം സ്വീകരിച്ചതെന്നാണ് അവരുടെ ആരോപണം. സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയവരെയും ശോഭാ സുരേന്ദ്രന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചവരെ പോലും പ്രോത്സാഹിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഔദ്യോഗിക നേതൃത്വം പെരുമാറിയതിൽ കടുത്ത അതൃപ്തിയും അമർഷവും PK കൃഷ്ണദാസ് പക്ഷത്തിനുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകാശ് ജാവ്ദേക്കറെ ബോധ്യപ്പെടുത്തി. എന്നാൽ പ്രകാശ് ജാവ്ദേക്കർ യഥാസമയം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് PK കൃഷ്ണദാസ് പക്ഷം ഒരുങ്ങുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കുക എന്നുള്ളതായിരിക്കും കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെടുക. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. EP ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവ്ദേക്കറും രംഗത്തു വന്നു. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു ഈ നടപടി എന്നാണ് വിമർശനമുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ലൈവ് ന്യൂസ്. പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്കു നേരെ മദ്യപന്റെ ആക്രമണം. പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ശേഷമാണ് തിരുവല്ല സ്വദേശി ജോജോ യുവതിക്കു നേരെ ആക്രമണം നടത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിലെത്തിച്ച പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ അനിയത്തി ഇതുപോലെ ഫോൺ ചെയ്തു, കാരണം പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇതുപോലെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ കുപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് ഇച്ചിരി നീങ്ങിയപ്പോഴത്തേക്ക് ഈ കക്ഷി വന്നിട്ട് താക്കോൽ എടുത്തുകൊണ്ട് നടന്നങ്ങ് പോയി. അപ്പോൾ ആരാടാന്ന് ഞാൻ ചോദിച്ചു. താക്കോൽ ഇങ്ങോട്ട് തന്നെ പിടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ചങ്ങ് പിടിച്ചപ്പോൾ താക്കോലിന് പിടിച്ചപ്പോൾ താക്കോലിൻ്റെ സൈഡ് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് വന്നു. ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങുന്ന പോലൊക്കെ തോന്നി. ഞാൻ ഒരു പരിചയമില്ലാതെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി. എനിക്കറിയത്തില്ല ആരെന്നൊന്നും. വണ്ടി കൊണ്ട് സൈഡിലോട്ട് കൊണ്ട് നിർത്തി ഇവിടെ ഈ സംഭവം ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ മദ്യപിച്ച ആളും ഈ യുവതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ വെറുതെ അവർ തമ്മിൽ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടോ? ഇതൊന്നുമില്ലാതെ മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ അതിക്രമം നടത്തുകയായിരുന്നോ? പോലീസ് സ്റ്റേഷനിലും അതിക്രമം നടത്തിയിട്ടുണ്ടല്ലോ ഇയാൾ. സ്മിത, നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ നെടുമ്പറമ്പിൽ ചിറ്റ് ഫണ്ട്സിൻ്റെ ഒരു തട്ടിപ്പ് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് തിരുവല്ലയിൽ എത്തുന്നത്. ആ സമയമൊക്കെ ഇയാൾ അവിടെ തന്നെ തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. പോലീസുകാരെ അടക്കം അസഭ്യം പറഞ്ഞ് ഒരു ബൈക്കിലായിരുന്നു ഇയാൾ എത്തിയത്. പോലീസുകാരോട് അസഭ്യം പറഞ്ഞ് അവിടെ തന്നെ തുടരുകയായിരുന്നു. പോലീസുകാർ പക്ഷേ ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല. അവർ ഇയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിരുന്നു ശ്രമിച്ചത്. പോലീസുകാരെ ഈ ബൈക്ക് ഇവിടെ തടഞ്ഞു വെച്ച് ഇയാളെ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം തീർത്തും മദ്യപിച്ചാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി അവിടെ വന്ന് നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടായാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് പോലീസുകാർ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു ഓട്ടോ ഡ്രൈവർ കൈ ഉയർത്തി ആളുകളെ വിളിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീടാണ് നമ്മൾ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചോര വാർന്ന് ഒലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ചില പോലീസുകാരും ഒക്കെ ചേർന്ന് തന്നെയാണ് ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. ഈ ബംഗാൾ സ്വദേശി കൃപ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 25 വയസ്സുകാരിയാണ്.
ഈ പെൺകുട്ടി അതിലൂടെ വാഹനം ബൈക്ക് ഓടിച്ച് വന്ന് അവിടെ വാഹനം നിർത്തിയിരിക്കുകയായിരുന്നു. പെട്രോളും എന്തോ കുറവ് നോക്കാൻ വേണ്ടി വാഹനം നിർത്തിയിരിക്കുകയായിരുന്നു. ആ സമയമായിരുന്നു ഇയാൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അശ്ലീല പ്രദർശനമൊക്കെ കഴിഞ്ഞ് അശ്ലീല പ്രദർശനം അടക്കം നടത്തിയിരുന്നു, അവിടെ അസഭ്യ പ്രയോഗം നടത്തിയിരുന്നു. അതിനുശേഷം നേരെ വന്ന ഈ പെൺകുട്ടിയുടെ വാഹനത്തിൻ്റെ കീ ഊരിയെടുക്കുകയായിരുന്നു. ഈ ചാവി ഊരിയെടുത്തപ്പോൾ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്തു. ആ ചാവി ഇങ്ങോട്ട് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ കൈ പിടിച്ച് തിരിക്കുകയും ഈ ചാവി വെച്ച് കയ്യിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ഒരുപാട് ചോര ആ സമയത്ത് പോയി. ആ പെൺകുട്ടി ആ സമയം തന്നെ ബോധരഹിതയായി വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ അവിടെ മാധ്യമപ്രവർത്തകരും പോലീസും എത്തി ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കാര്യമായ രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡ്രിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് കുഴപ്പമില്ല. ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കേൾപ്പിച്ചത്. അതിനുശേഷമാണ് ഏതാണ്ട് തിരുവല്ല ടൗണിൽ വെച്ച് തന്നെ ജോജോ എന്നാണ് അയാളുടെ പേര്. ഈ മദ്യപിച്ചു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി പറയാൻ കഴിയില്ല. മദ്യമാണോ മറ്റെന്തെങ്കിലും ലഹരിയാണോ എന്ന് പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതിനുവേണ്ട രക്തസാമ്പിളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ 10 മിനിറ്റിന് ശേഷം തിരുവല്ലയിലെ ഒരു ബാറിന് സമീപത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ നേരെ രൂക്ഷമായ രീതിയിലുള്ള തെറിപ്രയോഗങ്ങളടക്കം നടത്തിയാണ് അയാൾ അതിനകത്തേക്ക് കയറിപ്പോയത്. എന്തായാലും അതിനുശേഷം പെൺകുട്ടിയുടെ ബന്ധുക്കൾ, സ്ത്രീകളടക്കം, സഹോദരിയും സ്ത്രീകളും അടക്കം ചെരിപ്പൂരി ഇയാളെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനത്തിൽ കയറ്റിയപ്പോൾ സഹോദരനും അതുപോലെ തന്നെ പിതാവും ചേർന്ന് രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസ് അപ്പോൾ തന്നെ ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് ആക്രമണ കാരണമെന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഇരുവരും തമ്മിൽ യാതൊരു പരിചയവുമില്ല എന്ന് പെൺകുട്ടി ഉറപ്പിച്ചു പറയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ വരുത്തുന്ന വിപത്ത് അത് മദ്യമാണോ മയക്കുമരുന്നാണോ എന്ന കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയെ ആക്രമിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിച്ച പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി UDFും BJPയും. രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസം. യാത്രയുടെ സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ചട്ടലംഘനമില്ലെന്ന് LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണവും എത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇത് സ്വാഭാവികമായും പ്രതിപക്ഷം അതൊരു ആയുധമാക്കുകയാണ്. ഈ വിദേശയാത്രയെക്കുറിച്ച് സ്പോൺസർ ആരാണ്, അത് സ്പോൺസേഡ് പ്രോഗ്രാം ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്തണം, കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഇരു മുന്നണികളും അത് അക്കാര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. എന്നാൽ EP പറയുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല, പാർട്ടി അറിഞ്ഞു തന്നെയാണ് ഈ യാത്ര. പ്രതീഷ്, കേൾക്കാമെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ വിമർശനം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്? ഹലോ, മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയിൽ ഇരു മുന്നണികളും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നു. രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസമെങ്കിൽ യാത്രയുടെ സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്തണമെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസം മുന്നറിയിപ്പ് ഉണ്ടാകും. കോഴിക്കോട് ജില്ലയിലും താപനില ഉയരും. വേനൽമഴ സജീവമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, കാസർഗോഡും കണ്ണൂരിലും വേനൽമഴ ലഭിച്ചിട്ടുണ്ട് എന്നൊരു ആശ്വാസമുണ്ടെങ്കിലും വീണ്ടും ഉഷ്ണതരംഗ സാധ്യത അത് കൂടി വരിക തന്നെയാണ്. 2 ദിവസം കൂടി ഉണ്ടാകുമെന്നാണോ പറയുന്നത്? തീർച്ചയായും സംസ്ഥാനത്ത് ഈ താപനില ഉയർന്നു തന്നെ തുടരും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നു. ചൂടേറിയതും ഒപ്പം അസ്വസ്ഥതയേറിയതുമായ അന്തരീക്ഷ സ്ഥിതി അടുത്ത 2 ദിവസവും തുടരും ആലപ്പുഴയിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആലപ്പുഴയിലും കോഴിക്കോട് ജില്ലകളിലും രാത്രി താപനില മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ജില്ലകളിൽ, അതായത് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടാകും. ഇന്നും നാളെയും അങ്ങനെ തുടരും. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ താപനില വർദ്ധിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അപ്പോഴും വേനൽ മഴയ്ക്ക് കൂടി സാധ്യത പ്രവചിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ 5 ദിവസം വേനൽമഴ സജീവമാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടി വേനൽമഴ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. അത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും ഒപ്പം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടൽക്ഷോഭത്തിനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വിമർശനവുമായി UDF-ഉം BJP-യും വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. MG പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. പ്രതീഷ്, തുടക്കം മുതൽ ഈ വിദേശയാത്രയിൽ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സ്പോൺസേഡ് യാത്രയാണ്. അതങ്ങനെയാണെങ്കിൽ ആ സ്പോൺസർ ആരാണെന്ന് വ്യക്തമാക്കണം. ഈ രീതിയിലാണ് പോകുന്നത്. മറ്റെന്തെല്ലാം വിമർശനങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്നത്? അസ്മിത, മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പ്രതിപക്ഷം ഒന്നടങ്കം ഈ യാത്രയെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. BJP പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം, ഈ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു ദീർഘനാളത്തേക്ക് വിദേശയാത്ര പോയി. ഈ പദവി മറ്റൊരാൾക്കും കൈമാറാതെയാണ് മുഖ്യമന്ത്രി പോയത്. മാത്രമല്ല, ഇത് സ്പോൺസർഷിപ്പ് യാത്രയാണോ? അങ്ങനെയെങ്കിൽ ആ യാത്ര ആര് സ്പോൺസർ ചെയ്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നതാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൂടിയായ V മുരളീധരൻ രാവിലെ ആവശ്യപ്പെട്ടത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ പദവി പോലും കൈമാറാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും ഇതിൽ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയും പാർട്ടിയും വ്യക്തമാക്കണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്ന കാര്യം. ഇതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് K സുധാകരനും രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് ചെയ്തത്. ഉത്തരവാദിത്തം നിറവേറ്റാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഒളിച്ചോടി. ഇത് സ്പോൺസർഷിപ്പ് യാത്രയാണെന്ന് സംശയിക്കുന്നു. ഇതിന് മറുപടി പറയണമെന്നും K സുധാകരനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ പൂർണ്ണമായും CPM തള്ളുന്നുണ്ട്. ഇന്ന് രാവിലെ EP ജയരാജൻ പ്രതികരിച്ചത്, കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. അതൊരു സ്വകാര്യ സന്ദർശനമാണ്, അത് പാർട്ടിക്ക് അറിവുള്ളതാണെന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുമാണ് EP ജയരാജൻ പ്രതികരിച്ചത്. അപ്പോഴും ഈ യാത്രയുടെ ചെലവ് ആര് വഹിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് EP ജയരാജൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ യാത്രയെ ചൊല്ലി വലിയ വിവാദം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. 21-ാം തീയതി ആയിരിക്കും മുഖ്യമന്ത്രി തിരിച്ചെത്തുക. അതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഈ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല. അതിന് സർക്കാർ തന്നെ നൽകുന്നൊരു വിശദീകരണം, ഇത് സ്വകാര്യ സന്ദർശനമാണ്, അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗിക വാർത്താക്കുറിപ്പായി ഇറക്കേണ്ട കാര്യമില്ല എന്നൊരു വിശദീകരണം നൽകുന്നുണ്ട്. മറ്റൊരു ആക്ഷേപം ഇതിനെതിരെ ഉയരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. മുതിർന്ന PB അംഗങ്ങളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാതെ ആ ഒരു ഘട്ടത്തിൽ വിദേശയാത്രയ്ക്ക് പോകുന്നത് അനൗചിത്യമെന്ന ഒരു വിമർശനമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിനിറങ്ങുന്നതിന്റെ പരിമിതി കൊണ്ടാണ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഒരു വശത്ത് CPIM. ചട്ടങ്ങൾ പാലിച്ചാണ് വിദേശയാത്ര എന്ന് CPIM വീണ്ടും ആവർത്തിക്കുമ്പോഴും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമാവുകയാണ്. പ്രതിപക്ഷം ആ രീതിയിൽ തന്നെ അതിനെ ഒരു ആയുധമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളുമായി ലൈവ് ന്യൂസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മാസപ്പടി വിവാദത്തിൽ കേസ് എടുക്കാനാകില്ലെന്ന വിജിലൻസ് കോടതി വിധി ആയുധമാക്കുകയാണ് CPIM. തെറ്റായ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് EP ജയരാജൻ പറഞ്ഞു. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. വിജിലൻസ് കോടതി അവസാന കോടതിയല്ലെന്ന് K സുധാകരന്റെ പ്രതികരണം. ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോയതിനു പിന്നിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി V മുരളീധരന്റെ വിമർശനം. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഈ ഒരു വിമർശനം, അത് മനഃപൂർവ്വമായി തന്നെ ഒരു രേഖകളുമില്ലാതെ വെറുതെ ഒരു കേസ് കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെളിവുകളില്ലാതെ പോകുന്നു എന്നുള്ള രീതിയിൽ ഇരുപക്ഷത്തിനെയും വിമർശിക്കുന്നു V മുരളീധരൻ. പക്ഷേ അതങ്ങനെയല്ല, ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കുഴൽനാടൻ? സ്മിത, മാസപ്പടി ആരോപണം പോലെ തന്നെ മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധിയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവുകയാണ്. ഇത് വലിയ തരത്തിലുള്ള ഒരു ആയുധമാക്കുകയാണ് CPIM. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കുടുംബത്തെയും വേട്ടയാടാനുള്ള ഒരു ആരോപണമാക്കി ഇത് കോൺഗ്രസും UDF-ഉം ഇതിനെ ഉപയോഗിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം UDF കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് CPIM ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഒരു തിരിച്ചടി ഈ മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഉണ്ടായത് എന്നും
CPM വിലയിരുത്തുന്നുണ്ട്. ഒരു സംരംഭക എന്ന നിലയിൽ പോലും മുഖ്യമന്ത്രിയുടെ മകളെ അംഗീകരിക്കാൻ കോൺഗ്രസിനോ UDFനോ കഴിയുന്നില്ല. മറിച്ച് അത് സംരംഭകയുടെ കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയ നേട്ടം അത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെയും വേട്ടയാടാനായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപയോഗിച്ചത്. ഇതിന് കിട്ടിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് CPIM ഇപ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ഈ വാദം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും പ്രചരണം ശക്തമാക്കാൻ തന്നെയാണ് CPIMന്റെയും ഇടതുമുന്നണിയുടെയും തീരുമാനം. എന്നാൽ അതേസമയം തന്നെ ഉയർന്ന കോടതിയെ സമീപിക്കും, അപ്പീൽ നൽകും എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാൻ താൻ നടത്തിയ നീക്കമല്ല, നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ ആണ് താൻ ഇതിനെതിരെ കേസ് നൽകിയത്. ഈ കേസുകളെല്ലാം പരിശോധിച്ച ശേഷം കോടതി നടത്തിയ ഈ വിധി, ഇതിൽ നിരാശയുണ്ട്, ഇത് അപ്രതീക്ഷിതമാണ്, ഇത് നിയമ പോരാട്ടത്തിൽ ഒരു തിരിച്ചടിയാണ്. പക്ഷേ ഈ വിധി പരിശോധിച്ചുകൊണ്ട് അപ്പീൽ പോകാൻ തന്നെ കോൺഗ്രസും മാത്യു കുഴൽനാടനും തീരുമാനിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞത്. വിജിലൻസ് കോടതി എന്നത് ഒരു അവസാന വാക്കല്ല, ഉയർന്ന കോടതിയെ ഇക്കാര്യങ്ങളിൽ സമീപിക്കും. അതിനുള്ള ജാഗ്രത ഏതായാലും മാത്യു കുഴൽനാടനുണ്ട് എന്ന് K സുധാകരനും വ്യക്തമാക്കുന്നു. എന്നാൽ BJP ഉയർത്തുന്നത് മറ്റൊരു തരത്തിലുള്ള ആരോപണമാണ്. ഒരു രേഖയുമില്ലാതെ, ഇത്തരത്തിൽ ഒരു പേപ്പറും ഇല്ലാതെ നേരെ കോടതിയിൽ പോയി മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു ക്ലീൻ ചിറ്റ് നൽകുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇതിന് പിന്നിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. സ്മിത. ശരി, VA ഗിരീഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകുന്നു. തിരുവനന്തപുരം പോത്തൻകോട് ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോയി മടങ്ങുന്ന ടോറസ് ലോറിയാണ് കത്തിയത്. ഡ്രൈവർ ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രയോഗിച്ചു, എങ്കിലും തീയണയ്ക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവർ അരുൺ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, തീയണയ്ക്കാൻ കഴിഞ്ഞോ? സ്മിത, എന്തായാലും തീ അണച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം പോത്തങ്കോടാണ്. വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോയി തിരിച്ചു മടങ്ങുന്ന ടോറസ് ലോറിയിലാണ് തീ പിടിച്ചത്. ഇതിന്റെ ഡ്രൈവർ ക്യാബിനിലാണ് ആദ്യം പുക കണ്ടത്. പുക കണ്ട ഉടനെ തന്നെ ഈ ഡ്രൈവറായിരുന്നു അരുൺ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നീട് തീ ആളിപ്പടർന്ന് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഉടൻ തന്നെ ലോറി നിർത്തി അരുൺ ഇറങ്ങി ഓടുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരുണ്ടെല്ലാം ഫയർഫോഴ്സിനെ അറിയിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത്. എന്തായാലും ഇതിനുള്ള ഒരു കാരണം ആയി പറയുന്നത് ഇതിലെ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഇതിലൊരു പ്രാഥമിക നിഗമനം തീ കത്താൻ, ഒപ്പം തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇത് കാരണമാണ് പെട്ടെന്ന് തന്നെ ഈ തീ ആളിപ്പടർന്നതെന്നാണ് പറയുന്നത്. ഈ ഡീസൽ ടാങ്ക് കത്താത്തതിനാൽ വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ ലോറി ഇപ്പോൾ പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഈ ലോറി ഒരു റോഡിൽ നിന്ന് ഒതുക്കി മാറ്റിയിട്ടിരിക്കുകയാണ്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 3 മരണം. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ ശിവകുമാർ, ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സ്മിത, മഞ്ചേശ്വരം കുഞ്ചത്തൂരിലാണ് അപകടമുണ്ടായത്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു. കാസർഗോഡ് നിന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. കാറ് ബംഗളൂരുവിൽ നിന്ന് തൃശ്ശൂരിലേക്ക്, അതായത് ഗുരുവായൂരിലേക്ക് വരുന്ന കാറായിരുന്നു. ഈ കാറിൽ 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശികളായ ശിവകുമാറിന്റെ 2 മക്കൾ ശരത്ത്, സൗരവ് എന്നിവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഈ ആംബുലൻസ് എതിർദിശയിൽ സഞ്ചരിച്ചതും, അതായത് ആംബുലൻസിന്റെ ഇരുവാഹനങ്ങളുടെയും അമിത വേഗതയും ആംബുലൻസ് എതിർവശത്തു കൂടി സഞ്ചരിച്ചതുമാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ ആളുകളെ, അതായത് അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെത്തിച്ചത്. ആംബുലൻസ് ഡ്രൈവർക്കും അതുപോലെ തന്നെ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉഷ, കൂടെ ഉണ്ടായിരുന്ന ശിവദാസൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസിന്റെയും കാറിന്റെയും അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത. ശരി, കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഈ അപകടമുണ്ടായത്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 3 മരണം, മറ്റ് 3 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളുമായി ലൈവ് ന്യൂസിലേക്ക് തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള കൂടി.
ലൈവ് ന്യൂസിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KV പ്രീതിക്കെതിരെ പുനരന്വേഷണം. അതിജീവിതയുടെ പരാതിയിൽ ഉത്തരമേഖല IG K സേതുരാമനാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സമീർ C മുഹമ്മദ് ചേരുന്നു. സമീർ, എന്താണ് വിവരങ്ങൾ? സ്മിത, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മൊഴിയെടുത്തത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിയാണ്. പക്ഷേ തൻ്റെ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് അതിജീവിത ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ACP സുദർശന്റെ നേതൃത്വത്തിൽ ഈ സംഭവം പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷേ എന്നാൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ACP സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടികളിലേക്ക് ഈ അതിജീവിത മുന്നോട്ട് പോവുകയായിരുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സമരം നടത്തിയത്. 12 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിലാണ് അവർക്ക് റിപ്പോർട്ട് ലഭിച്ചത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിക്കുന്ന വേളയിലാണ് അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി താൻ പറഞ്ഞ മൊഴികളൊന്നും മുഖവിലക്കെടുത്തില്ല. ഈ പോലീസിന്റെ റിപ്പോർട്ടിൽ പ്രീതി പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് താനും ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് അനുകൂലമായി നിന്ന സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള ആ മൊഴികളൊന്നും തന്നെ ഇതിനകത്തില്ല എന്നുള്ള കാര്യം അവർ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IGയെ അവർ വീണ്ടും കാണുകയും ചെയ്തത്. പ്രധാനമായും ഈ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉത്തരമേഖല IGയെ അവർ കാണുകയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഉത്തരമേഖല IG തന്നെ ഇതിൽ പുനരന്വേഷണത്തിനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരമേഖല IG K സേതുരാമന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവ്. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനാണ് അന്വേഷണ ചുമതല. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ള കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും തനിക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ IGയുടെ ഉത്തരവ് എന്നാണ് അതിജീവിത പ്രതികരിക്കുന്നത്. സ്മിത, ശരി, പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സമീർ C മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ ആരോഗ്യാവസ്ഥ മോശമെന്ന് ഭർത്താവ് അഷ്റഫ്. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് നിലവിലെ പ്രശ്നമെന്നും അഷ്റഫ് പറഞ്ഞു. അന്ന് വീട്ടിൽ നിന്ന് പെയിൻ വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. ഹോസ്പിറ്റലായിരുന്നു പോയിരുന്നത്. ഹോസ്പിറ്റലിൽ അവിടുന്ന് അർജൻറ്റ് സർജറി പറഞ്ഞായിരുന്നു. CT സ്കാനിൽ അവിടെ ഒരു ഗ്രോത്ത്, ഒരു വളർച്ച വരുന്നുണ്ട്. അത് ഉടനെ സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അന്ന് ആ ഒരു സർജറിക്കുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ വീണ്ടും അന്നൊരു ഡേറ്റ് വീണ്ടും 11-ാം തീയതി തന്നെ, ഈ മാസം 11-ാം തീയതി. ഇപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. ഇതുവരെ എന്താ പറയുക, ഈ ചികിത്സൻ്റെ പിന്നിൽ 5-6 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പം എൻ്റെ ജോലി സംബന്ധമായ എൻ്റെ ബിസിനസ്സും എല്ലാം എന്താ പറയുക, ഒരു നിന്നുപോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. തുടർ ചികിത്സയ്ക്കായി ക്രൗഡ് ഫണ്ടിംഗ് നടത്താൻ സമരസമിതി ഈ മാസം 15 മുതൽ പൊതുജനങ്ങളിൽ നിന്ന് സഹായം തേടാൻ തീരുമാനിച്ചതായി ഹർഷീന സമരസമിതി ചെയർമാൻ പറഞ്ഞു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇതെന്താ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരവസ്ഥ. ക്രൗഡ് ഫണ്ടിംഗ് വേണ്ടി വരുന്നു തുടർ ചികിത്സയ്ക്കായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹർഷീനയ്ക്ക് തുടർ ചികിത്സയ്ക്ക് പണമില്ല, അതിനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഹർഷീനയുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല, ആ മുറിവിൽ കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം. വർഷങ്ങളായി ഇതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങൾ ഇതിന് പുറകെ നടക്കുമ്പോഴൊക്കെ തന്നെ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. വരുമാന മാർഗം മറ്റൊന്നുമില്ല. ഈ മാസം മുതൽ 15-ാം തീയതി മുതൽ പൊതുജനങ്ങളിൽ നിന്ന് ക്രൗഡ് ഫണ്ടിംഗ് നടത്തി തുടർ ചികിത്സ അതിനുള്ള വഴിയാണ് ഇപ്പോൾ തേടുന്നത് എന്നാണ് ഹർഷീനയുടെ ഭർത്താവ് അഷ്റഫ് നമ്മളോട് പറഞ്ഞത്. ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വടകര അഴിയൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവുനായ്ക്കൾ പാഞ്ഞെടുത്തത്. വീട്ടിലേക്ക് ഓടി കയറിയതിനാൽ കുട്ടി രക്ഷപ്പെട്ടു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഒരു ചെറിയ എന്താ പറയുക, തലനാരിഴയുടെ വ്യത്യാസത്തിനാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടതല്ലേ?
തീർച്ചയായും സ്മിത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഭീതിയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. ഈ സംഭവം നടക്കുന്നത് 2 ദിവസം മുൻപാണ് വടകര അഴിയൂരിൽ. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ എത്രമാത്രം ഭീതി ഉണ്ടാക്കുന്നതായിരുന്നു ആ സാഹചര്യം എന്ന് വ്യക്തമാകുന്നത്. ഈ കുട്ടി രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ ഏതാണ്ട് 8ഓളം തെരുവു നായ്ക്കൾ ഈ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. കുട്ടി ഭയന്ന് തിരിഞ്ഞോടുകയാണ്. ഒരു മതിൽ ചാടിക്കടന്ന് കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ തെരുവു നായ്ക്കൾ വിടാതെ പിന്തുടരുകയാണ്. പിന്നീട് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഈ കുട്ടി ഒരു വീടിനകത്തേക്ക് ഓടിക്കയറുകയാണ്. അതിനാൽ മാത്രമാണ് ആ കുട്ടിക്ക് ജീവൻ രക്ഷപ്പെടാനായത്, രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏതായാലും ഈ ഒരു ഭാഗം, ഈ വടകര അഴിയൂർ ഭാഗത്ത് തെരുവു നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ് എന്ന് പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്നവർക്ക് പുറകെ തെരുവു നായ്ക്കൾ കൂട്ടമായി എത്തുന്ന സാഹചര്യമുണ്ട്, ഈ ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. ഏതായാലും വളരെ അടിയന്തരമായി ഈ അധികൃതർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം രാവിലെകളിലൊക്കെ കുട്ടികൾ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ നിരവധിയുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ സ്കൂൾ അവധിയാണെങ്കിലും സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്തും ഇത്തരത്തിൽ തെരുവു നായ്ക്കൾ ഉള്ളൊരു സാഹചര്യമുണ്ട്. ഏതായാലും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ തലനാരിഴയ്ക്കാണ് ഈ കുട്ടിക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്ന് നിസ്സംശയം പറയാം സ്മിത. ശരി, കുട്ടി ആ സമയത്ത് സംയമനത്തോടെ ഓടി, ഭയന്നെങ്കിലും ഓടി ഒരു വീട്ടിലേക്ക് കയറുകയായിരുന്നു. അതേ തുടർന്നാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് മദ്രസയിലേക്ക് പോകുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ ആരോഗ്യാവസ്ഥ മോശമെന്ന് ഭർത്താവ് അഷ്റഫ് പറഞ്ഞു. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് നിലവിലെ പ്രശ്നമെന്നും അഷ്റഫ് 24-നോട് പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും രാഹുൽ സുരേഷ്. രാഹുൽ, നമ്മൾ ഈ കുറേ നാളുകളായി ഹർഷിനയുടെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും ഈ വർഷങ്ങളായിട്ടും ഈ ഒരു ദുരിതം ഒഴിയുന്നില്ല ഹർഷിനയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും സ്മിത, വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് ആയിരിക്കേണ്ടി വരുന്നു ഹർഷീന. ഇപ്പോൾ നിലവിൽ ഈ കത്രിക നീക്കം ചെയ്ത ഹർഷീനയുടെ വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും പഴുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശസ്ത്രക്രിയയിലൂടെ മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും കുടുംബത്തിന്. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം നൽകുന്നില്ല. അതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹർഷീന സമരസമിതി. അതുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. പൊതുജനങ്ങളിൽ നിന്നും സഹായം തേടിക്കൊണ്ടായിരിക്കും ഈ പണം കണ്ടെത്താനാണ് നിലവിൽ സമരസമിതിയുടെ തീരുമാനം. അതിനുശേഷമായിരിക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുക. ഹർഷിനയുടെ ഭർത്താവായ അഷ്റഫ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ മാസം 11-ാം തീയതി ആയിരുന്നു ഹർഷിന ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടത്. അന്നായിരുന്നു ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പണം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ആ ശസ്ത്രക്രിയ വൈകുകയാണ്. ഇപ്പോൾ നിലവിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്നത്. കാരണം നേരത്തെ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത്. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ ചെയ്യാൻ ഹർഷിന തയ്യാറല്ല. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. അതാണ് വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബം അനുഭവിക്കുന്നത്. ഹർഷിയുടെ ആരോഗ്യാവസ്ഥ നിലവിൽ മോശമാണെന്ന കാര്യം കൂടിയാണ് അഷ്റഫ് പറയുന്നത്. എന്താണെങ്കിലും പൊതുജനങ്ങളുടെ സഹായത്തിനായി രംഗത്തിറങ്ങാൻ പോവുകയാണ് ഹർഷിന. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഈ ചികിത്സാ സഹായം ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. സ്മിത, രാഹുൽ സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് വീണ്ടും ചേരുകയാണ് നമുക്കൊപ്പം. രാഹുൽ, ഈ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് പകരുന്നതിൻ്റെ ഒരു സാഹചര്യം, ആ രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയാണ് ആളുകളിലേക്ക് ഈ വെസ്റ്റ് നൈൽ പനി പടരുന്നത്. അതുകൊണ്ട് ആളുകൾ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുമ്പോൾ തന്നെ അടിയന്തരമായി ചികിത്സ തേടണം എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയായിരുന്നു ഇവരുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അപ്പോഴേക്കും ഇവർ രോഗം ഭേദമായി വീട്ടിലെത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇനി ഒരാളാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ തുടരുന്നത്. അയാളുടെ
സ്രവ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുമാണ് ഈ സ്രവ പരിശോധനാ ഫലം വരുന്നത്. അതിനിടെയാണ് സമാനമായ രോഗലക്ഷണങ്ങളുള്ള 2 പേർ മരിച്ചിരുന്നു. ഇവരുടെയും സ്രവ പരിശോധനാ ഫലങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ രോഗലക്ഷണങ്ങളുള്ള 8 പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ 5 പേർ രോഗം സ്ഥിരീകരിക്കുകയും അവർ 5 പേർ രോഗമുക്തരാകുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നു. അയാളുടെ സാമ്പിളിന്റെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകൾ 3 ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കണം എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ മതി, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. സ്മിത, വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മന്ത്രി വീണ ജോർജ് പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ജാഗ്രത നമ്മൾ കൈവിടാതിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗം അത് അധിക സ്ഥലങ്ങളിലേക്കൊന്നും അത് വ്യാപിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ വാർത്തകളുമായി തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. തിരൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി. ആശുപത്രിയിൽ ഒരു OP കൗണ്ടർ കൂടി പ്രവർത്തനം ആരംഭിച്ചു. രോഗികൾക്ക് ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാൻ സംവിധാനം ഒരുക്കാനും MLA കുറുക്കൊള്ളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനമായി. രോഗികളുടെ ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് ആശുപത്രിയിൽ അടിയന്തര യോഗം ചേർന്നത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, നമ്മുടെ റിപ്പോർട്ടിന് ഒടുവിൽ ഫലമുണ്ടായിരിക്കുന്നു, ഒരു നല്ല കാര്യമാണല്ലേ? സ്മിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഈ രോഗികൾ ഏറെ നേരം OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി വരി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഈ അസ്ഥിരോഗ വിഭാഗം, ഒപ്പം തന്നെ ENT ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഉള്ള ദിവസമായിരുന്നു ഇന്ന്. ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. OP ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിൽ കൗണ്ടറുകളുടെ എണ്ണത്തിലുള്ള കുറവും ജീവനക്കാരുടെ കുറവുമെല്ലാം തന്നെ രോഗികളെ ഏറെ നേരം മണിക്കൂറുകൾ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇക്കാര്യം ഇന്ന് രാവിലെയോട് കൂടിയാണ് 24 റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെ തന്നെ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി ജില്ലാ ആശുപത്രിയിൽ യോഗം ചേരുകയും ഉടനടി തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിയിൽ നിന്ന് തന്നെ ഒരു പുതിയൊരു OP ടിക്കറ്റ് കൗണ്ടർ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രോഗികൾക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഒരുക്കാനും നിലവിലത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഈ ഒരു OP ടിക്കറ്റ് എടുക്കാനുള്ള രോഗികളുടെ ഏറെ നേരത്തെ വരി നിൽക്കേണ്ട അവസ്ഥയ്ക്ക് ഒരു താൽക്കാലിക ശമനമാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ ഒരു കുറവിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് കൂടി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യ വകുപ്പിനോടും കൂടുതൽ ഡോക്ടർമാരെ ഈ ആശുപത്രിയിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടി ഉള്ള ആവശ്യം ഉന്നയിക്കുമെന്നും കുറുക്കോളി മൊയ്തീൻ MLA അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് വിഷയത്തിൽ ഇടപെടലുണ്ടാകുന്നു, അതിൽ പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളൊരു സന്തോഷം 24-നുമുണ്ട്. സ്മിത, ശരി സമീർ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. 20 കിലോ കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സമീർ, ഇത് ആരാണ് ഇത് ഉപേക്ഷിച്ചത് എന്നുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലേ? സ്മിത, ആരാണ് ഈ കഞ്ചാവ് ഉപേക്ഷിച്ചതെന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് രാവിലെ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ട്രെയിൻ പോയതിന് പിന്നാലെയാണ് നിലവിൽ ഈ കഞ്ചാവ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. റെയിൽവേ പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും ഒരു പതിവ് പരിശോധനയ്ക്കിടയിലാണ് സംശയാസ്പദമായ രീതിയിൽ ഒരു വലിയ പാക്കറ്റ് കാണുന്നു. അങ്ങനെ അത് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് 20 കിലോ കഞ്ചാവാണ് ഇതിൽ എന്നുള്ള കാര്യം പോലീസും എക്സൈസും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആരാണ് ഉപേക്ഷിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ഏതാനും ദിവസം മുന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ 12 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിലും പ്രതികളെ കണ്ടെത്താൻ ഇവർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയൊക്കെ തന്നെ ഇത്തരം കഞ്ചാവ് കടത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ള ഒരു സ്ഥിരീകരണവും പ്രതികൾ പിടിയിലാകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രതികൾ പിടിയിലാകാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്മിത, ശരി. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ലൈവ് ന്യൂസ്. കേരള തീരത്തെത്തിയ ഇറാനിയൻ ബോട്ടിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിനിത വിജിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഇവരുടെ രേഖകളെല്ലാം കൃത്യമായിരുന്നതിനെ തുടർന്ന് അതുകൊണ്ടാണ് വിട്ടയച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ ചട്ട ലംഘനങ്ങളോ നിയമലംഘനങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണോ?
തീർച്ചയായും സ്മിത അങ്ങനെ തന്നെയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പക്കലുണ്ടായിരുന്ന ഈ യാത്ര സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ ഇന്നലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാത്രിയോടുകൂടി അവരുടെ ബന്ധുക്കളുമായി അവർക്ക് പോകാനായ ഒരു അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. ഇവർ 6 പേരെയും അവരുടെ ബന്ധുക്കൾ എത്തിയതിനെ തുടർന്ന് അവർക്കൊപ്പം അന്വേഷണ സംഘം പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ ബോട്ട് ഇപ്പോഴും ഈ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് തൊഴിലുടമയിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള ക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത ജോലിക്ക് ശമ്പളം പോലും ലഭ്യമായിരുന്നില്ല. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ മൊഴി നൽകിയിരുന്നത്. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ആ മൊഴിയിൽ വാസ്തവമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ 6 മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബന്ധുക്കൾക്കൊപ്പം പോകാൻ അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. ബോട്ട് ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ ഇനി അന്വേഷണ സംഘം സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഇറാനിയൻ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ചിരിക്കുന്നു. വിനിത വിജയാണ് വാർത്തകളും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ലൈവ് ന്യൂസ് ഇനി പോകുന്നത്. വയനാട് അമ്പലവയലിലെ ജനവാസ മേഖലയിൽ പുലി. ആറാട്ടുപാറ സ്വദേശി PK കേളുവിന്റെ വളർത്തുനായയെ പുലി കൊണ്ടുപോയ ദൃശ്യം പുറത്ത്. വീടിന് പുറത്ത് ചങ്ങലയിൽ കെട്ടിയ നായയെയാണ് പുലി ആക്രമിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വീണ്ടും പുലി ഒരു ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാല്ലേ, ഇപ്പോൾ വീണ്ടും ഭീതി പടർത്തുകയാണോ? സ്മിത, അമ്പലവയൽ ആറാട്ടുപാറ PK കേളുവിന്റെ വളർത്തുനായയാണ് പുലി കൊണ്ടുപോയ ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുക്കള ഭാഗത്ത് ശബ്ദം കേട്ട് കേളു പുറത്തിറങ്ങിയപ്പോൾ പുലി ഇരുട്ടിലേക്ക് ഓടിമറയുന്നത് കണ്ടിരുന്നു. പിന്നീട് വീട്ടിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്ത് വന്നിരിക്കുന്നത്. വീടിന് പിറകിൽ ചങ്ങലയിൽ കെട്ടിയ നായയെയാണ് പുലി കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതായി കാണുന്നത്. കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശമാണ് ഈ മേഖല. ഇവിടെ പുലി ഇറങ്ങിയത് വലിയ രീതിയിൽ ഭീതി പരത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ഷീരമേഖലയാണ് ഈ പ്രദേശം. രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. പ്രദേശത്താകെ ഭീതി പരന്നിട്ടുണ്ട്. ഈ പുലി എത്രയും വേഗം കൂടുവെച്ച് പിടികൂടണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാം തന്നെ ആവശ്യം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി പരിശോധന പൂർത്തിയാക്കി. ഈ CCTV ദൃശ്യങ്ങളും പുലിയുടെ കാൽപ്പാടുകളും പരിശോധിച്ചു. ഇത് പുലി തന്നെയാണ് എന്നുള്ള തരത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ പുലിയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പ്. വയനാട് അമ്പലവയലിലെ ജനവാസ മേഖലയിലാണ് പുലിയെ കണ്ടത്. പുലി വളർത്തുനായയെ, ചെങ്ങലയിൽ കെട്ടിയ നായയെ പുലി ആക്രമിക്കുകയും ചെയ്തു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജ രാജേഷ് ചേരുന്നു. നമസ്കാരം.